ഹക്കീം ഫൈസി ആദിർശ്ശേരിയുടെ ഒരു വിവാദ പ്രസ്താവന ചെമ്പരിക്ക കാസിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അതിൽ പല കാര്യങ്ങളും പുറത്തു പറയേണ്ടി വരും വല്ലാതെ കളിച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസംഗവും അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും കുറച്ച് ദിവസം മുമ്പ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ആ വിവാദ പ്രസ്താവനയൊക്കെ കണ്ടിരുന്നു. സത്യത്തിൽ ആദിർശ്ശേരി ഹക്കീം ഫൈസി CBIക്ക് മുമ്പിൽ ചെന്നുകൊണ്ട് തന്നെ ഇതിന്റെ യാഥാർത്ഥ്യങ്ങളെ പറയേണ്ടതുണ്ട്. ഹക്കീം ഫൈസിയെ CBI ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ആ വിഷയത്തിൽ ഒരാളെയും താങ്ങേണ്ട ഒരു അവസ്ഥയും മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ പലരും ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയുള്ള CBIക്കൊക്കെ ഹക്കീം ഫൈസിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം കുടുങ്ങോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ താങ്ങേണ്ട ഒരു കാര്യമല്ല. ഇപ്പോൾ നോക്കൂ, കർണാടകയിലെ ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്ത് വലിയ കൊലപാതകങ്ങൾ നടത്തി അവിടെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നുള്ളത് ആരാ പറയുന്നത്? അവിടുത്തെ നടത്തിപ്പുകാരന്റെ മൊഴിയാണ്. അവിടെ പ്രത്യേക അന്വേഷണ സംഘം അവിടെ പരിശോധന നടത്തുമ്പോൾ ധാരാളം തലയോട്ടികളും മനുഷ്യന്റെ അസ്ഥികൂടങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിച്ചോ? എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു കാര്യം പുറത്തു വരുന്നതും അതിലൂടെ അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുന്നു. എന്ന് പറഞ്ഞതുപോലെ ചെമ്പരിക്ക കാസിയുടെ മരണവുമായി ബന്ധപ്പെട്ട് വളരെയധികം ദുരൂഹത നിറഞ്ഞു നിൽക്കുന്ന അന്വേഷണം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ആദിർശ്ശേരി ഹക്കീം ഫൈസിക്ക് അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് എന്താണ്? ആരെ രക്ഷിക്കാനാണ് അദ്ദേഹം ആ സത്യങ്ങൾ മറച്ചു വെച്ചത്? ഈ ഇന്ത്യ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് അന്വേഷണ ഏജൻസികൾ ഹക്കീം ഫൈസി ആദിർശ്ശേരിയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്, അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതിലൂടെ അദ്ദേഹത്തിൽ നിന്ന് കിട്ടാവുന്ന തെളിവുകളൊക്കെ ശേഖരിച്ചുകൊണ്ട് ആരാണോ അതിന്റെ പിറകിലുള്ളത്. കാര്യം, ചെമ്പരിക്ക കാസി CM അബ്ദുള്ള മൗലവി അദ്ദേഹത്തിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും അറിയാം. സമസ്തക്കാർ വല്ലാതെ കളിച്ചാൽ ഞാനത് പുറത്തു പറയും എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണോ അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എങ്കിൽ അത് അന്വേഷണ ഏജൻസിക്ക് മുമ്പിൽ പറയേണ്ടത് കടമയാണ്, ഉത്തരവാദിത്തമാണ്. മാത്രവുമല്ല, മനുഷ്യനെ, ആ പാവപ്പെട്ട മതപണ്ഡിതൻ ഇല്ലായ്മ ചെയ്തതിന്റെ പിന്നാമ്പുറ കഥകൾ പുറത്തു വരേണ്ടതുണ്ട്. അവർക്ക് ശിക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. അവിടെയാണ് മുസ്ലിം സമുദായം ഒരുമിച്ച് നിൽക്കേണ്ടത്. സംഘടനാപരമായ പല വിയോജിപ്പുകളും നമ്മൾ പലരും ഉണ്ടാകും. പക്ഷേ ഒരു മനുഷ്യനെ ഇല്ലായ്മ ചെയ്തിട്ട് ഒരു മതപണ്ഡിതന്റെ ദുരൂഹമായ മരണവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പല ചോദ്യങ്ങളും സമൂഹത്തിൽ നിലനിൽക്കെ പച്ചക്ക് വന്ന് ജനസമൂഹത്തിന്റെ മുമ്പിൽ പ്രസംഗത്തിലൂടെ പറയുകയാണ്, വല്ലാതെ കളിച്ചാൽ ചെമ്പരിക്ക കാസിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുമെന്ന് പറഞ്ഞതിനെ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം, ചേകന്നൂർ മൗലവിയുടെ വധവുമായി ബന്ധപ്പെട്ട് ഇന്നും തെളിയാത്ത ഒരു സംഭവം. ഞാൻ മനസ്സിലാക്കുന്നത്, സംഘടനാ വിയോജിപ്പ് കൊണ്ട് മാത്രം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് നേരെ ആ ഒരു വിഷയം വലിയ തോതിലുള്ള ആരോപണങ്ങളായിരുന്നു. സംഘടനാ വിയോജിപ്പുകൾ കൊണ്ട് മാത്രം അദ്ദേഹം നേരിടേണ്ടി വന്നത്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഞാനത് വായിച്ചു. പക്ഷേ ആ ആരോപണത്തിന് യാതൊരുവിധ തെളിവുമില്ലാതെ കേവലം ആരോപണം മാത്രമാണ് എന്ന് പിന്നീട് ബോധ്യപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി. എന്നാൽ ഹക്കീം ഫൈസി ആദിർശ്ശേരി ഈ വിഷയത്തെ മുന്നോട്ട് വെക്കുമ്പോൾ ചെമ്പരിക്ക CM അബ്ദുള്ള മൗലവിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും അറിയാം, അത് പുറത്തുവിട്ടാൽ പലർക്കും ക്ഷീണമാണ് എന്നുള്ള കോലത്തിൽ വെല്ലുവിളി നടത്തുമ്പോൾ ഈ രാജ്യത്തൊരു അന്വേഷണ ഏജൻസി ഉണ്ട്, CBIക്ക് മുമ്പിൽ പറയേണ്ട ഉത്തരവാദിത്വം. അതല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ സ്വമേധയാ കേസെടുത്തുകൊണ്ട് പോലീസ് അദ്ദേഹത്തെ വിളിപ്പിച്ചുകൊണ്ട് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. ഞാൻ ഇതിങ്ങനെ പച്ചക്ക് പറയുന്നത്, ഞാൻ എന്റെ മുമ്പിൽ കാണുന്നത് ചെമ്പരിക്ക CM അബ്ദുള്ള മൗലവി എന്ന് പറയുന്ന ആ പാവപ്പെട്ട പണ്ഡിതൻ അനുഭവിച്ച പ്രയാസത്തെക്കുറിച്ചാണ്. അതിൽ സത്യമുണ്ടെങ്കിൽ തെളിയണം. അത് തന്നെയാണ് ഇസ്ലാമിക വീക്ഷണം. അങ്ങനെ അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്ത നിഗൂഢ ശക്തികൾ ഉണ്ടെങ്കിൽ അത് സമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ ആഗ്രഹിക്കേണ്ടത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച ധർമ്മസ്ഥല സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം വന്ന ആ രീതിയെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതല്ലാതെ ഇത് ആദിർശ്ശേരി ഹക്കീം ഫൈസി ചെയ്തു എന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് പ്രത്യേകമായ വിയോജിപ്പോ പ്രത്യേകമായ വെറുപ്പോ ഉണ്ടായിട്ടല്ല. അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വന്ന ആ കാര്യത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ചെമ്പരിക്ക CM അബ്ദുള്ള മൗലവിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ആദിർശ്ശേരി ഹക്കീം ഫൈസിക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് നീതിയോടൊപ്പം നിന്നുകൊണ്ട്, അത് എത്ര കൈപ്പേറിയ അനുഭവമാണെങ്കിലും നമ്മുടെ അന്വേഷണ ഏജൻസിക്ക് മുമ്പിൽ തുറന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പിന്നാമ്പുറ ശക്തികളെ സമൂഹത്തിന് മുമ്പിൽ കൊടുക്കലാണ് യഥാർത്ഥ ധർമ്മം എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന്റെ നിഗൂഢമായ കാര്യങ്ങൾ നീക്കി ചെമ്പരിക്ക CM അബ്ദുള്ള മൗലവിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നീതി പുലരട്ടെ, സത്യം തെളിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.